എല്ലാവർക്കും നമസ്കാരം. പുസ്തകങ്ങൾ റിവ്യൂ ചെയ്യുക എന്നുള്ളത് നാം കുറേ നാളുകളായി പിന്തുടരുന്ന ഒരു കാര്യമാണ്. ശരിക്കും ദിവസത്തിൽ 20 മിനിറ്റെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായി, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ പഠിക്കുവാനായി നാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റവും ചേഞ്ചും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലപ്പുറമായിരിക്കും എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പുസ്തകങ്ങൾ കുറേ വായിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ? വിദഗ്ധർ പറയുന്നത് പുസ്തകങ്ങൾ കുറേ വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ എടുത്ത ശേഷം അതിനെ ഡീപ്പായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ നാം ഈ പുസ്തകങ്ങളൊക്കെയും വായിച്ച് കടന്നു പോകുമ്പോൾ പുസ്തകത്തിലെ ആശയങ്ങൾ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് വളരെ ശക്തമായ ചില പുസ്തകങ്ങളിലെ ആശയങ്ങൾ, ഒരു 8 ആശയങ്ങൾ പറയുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്, പ്രപഞ്ചത്തിലെ അത്യപൂർവമായ രഹസ്യം, നിഗൂഢമായ രഹസ്യം, അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ടേപ്പ് ഉണ്ടല്ലോ, എൽ നൈറ്റിംഗൽ. അതിൻ്റെ എക്സാക്ട്ലി ഉള്ള പരിഭാഷ ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ ആ പരിഭാഷകൾ അപ്പുറമായി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ ആ നിഗൂഢത എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നല്ല ആവശ്യമായിരിക്കും. മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം, സക്സസ്ഫുൾ ആയ ആളുകൾ അവർ ഫോളോ ചെയ്ത സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ടാണ് ഈ ഓഡിയോ ടേപ്പിൽ വിവരിക്കുന്നത്. നമുക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ വിജയമുണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ സക്സസ് ഓഫ് ദ എൻറ്റയർ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് കാരണമായ രഹസ്യങ്ങൾ എന്താണ്? രഹസ്യം ഒന്ന് മാത്രമാണ്, പക്ഷേ ആ രഹസ്യത്തോട് ചേർന്ന് നാം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ വിശദമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ബ്ലൈൻഡായി ഫോളോ ചെയ്യുക. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വായിച്ച 100 കണക്കിന് പുസ്തകങ്ങളിലൊക്കെയും പരാമർശിക്കപ്പെട്ട കുറെ കാര്യങ്ങളെ കൂട്ടിയിണക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കൺസിസ്റ്റൻ്റായി, റിപ്പീറ്റഡായി എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ കണ്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഉയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പകർന്നു നൽകുകയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയും അതിനുവേണ്ട ട്രെയിനിങ് നേരത്തെ നൽകുകയും ചെയ്താൽ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞാൻ നിങ്ങളോട് ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. 8 കാര്യങ്ങൾ, എന്നാൽ മാത്രമേ വിജയിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ പ്രശസ്തിയിലേക്ക് എത്തുവാൻ സാധിക്കുള്ളൂ, പണം ഉണ്ടാക്കുവാൻ സാധിക്കുള്ളൂ, ഉയരുവാൻ സാധിക്കുള്ളൂ, നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ. അത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സീക്രട്ടാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പറയാം, ഗോൾ. ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വളരെ കൃത്യമായി കണ്ടെത്തുക. എന്തിനു വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത്, എന്ത് നേടാൻ വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നുള്ള ചിന്ത, അത് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കപ്പൽ കടലിലുണ്ട് എന്ന് വിചാരിക്കുക. ആ കപ്പലിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. എന്താണ് സംഭവിക്കുക? ആ കപ്പൽ കടലിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയും ആ കപ്പൽ അവസാനം ആ തിരയിൽപ്പെട്ട് തകർന്നടിയുമില്ലേ? ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ സാധിക്കുകയില്ല. ഈ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്ന ഈ ചിന്താഗതി 30 മുതൽ 66 ദിവസം വരെ കണ്ടിന്യൂസ് ആയി കേട്ടതുകൊണ്ട് തന്നെ വലിയ മാറ്റം വന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ വളരെ വൈകിയാണ് ഈ ചിന്തകളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക. ചെറിയ ലക്ഷ്യമാണെങ്കിലും വലിയ ലക്ഷ്യമാണെങ്കിലും, ലോങ് ടേം ഗോൾ ആണെങ്കിലും ഷോർട്ട് ടേം ഗോൾ ആണെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഡയറക്ഷൻ. ലക്ഷ്യമുണ്ട്, ശരിയാണ്. എവിടെയാണ് എത്തേണ്ടത് നിങ്ങൾക്കറിയാം, പക്ഷെ എങ്ങനെയാണ് എത്തേണ്ടതെന്ന് അറിയാമോ? ശരിക്കും അത് അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നതെങ്കിൽ കൂടെയും ആ ഡയറക്ഷൻ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. എങ്ങനെയായിരിക്കാം ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും വേഗത്തിൽ അവിടെ എത്തുവാൻ സാധിക്കുക? അതിന് സ്മാർട്ട് വർക്ക് എന്നെല്ലാം പറയും. പല ആൾക്കും ലക്ഷ്യമുണ്ട്, പക്ഷെ അവർ ചെയ്യുന്ന വഴികൾ തെറ്റായിരിക്കും. അവിടെയാണ് മെന്റേഴ്സിന്റെ ആവശ്യം വരുന്നത്, അവിടെയാണ് ഗൈഡുകളുടെ ആവശ്യം വരുന്നത്, അവിടെയാണ് ഗോഡ് ഫാദേഴ്സിന്റെ എല്ലാം ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളും ബയോഗ്രഫീസും എല്ലാം നമുക്ക് പറഞ്ഞു നൽകുന്നത് അവിടെയാണ്. ഡയറക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ, ബ്ലൂ പ്രിന്റ് ഉണ്ടോ, കോമ്പസ് ഉണ്ടോ, ലക്ഷ്യമുണ്ടോ? തീർച്ചയായും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം,
ഈ പുസ്തകങ്ങളിൽ എസ്പെഷ്യലി തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം കൂടെ പറയുന്ന കാര്യമാണ് ഡിസയർ. ദ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ നെപ്പോളിയൻ ഹിൽ ആദ്യത്തെ ചാപ്റ്റർ തന്നെ പറയുന്നത് ഡിസയറിനെ കുറിച്ചാണ്. ശക്തമായ ആഗ്രഹമുണ്ടോ? അതൊരു പാഷനാണോ നിങ്ങളുടെ ഈ ഗോൾ എന്ന് പറയുന്നത്? ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് നിങ്ങൾക്ക് ഒരു ഹരമാണോ? അത്രമാത്രം ആഗ്രഹം ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കുണ്ടോ? അത് നേടിയേ തീരൂ എന്നുള്ള ശക്തമായ ചിന്താഗതി, ആഗ്രഹം, ഏണസ്റ്റ് ഡിസയർ അല്ലെങ്കിൽ ലോങ്ങിങ് ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കൂ. നാലാമത്തെ കാര്യമാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്ന ഈ കാര്യം, തോട്ട്സ്. ഈ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് തുടർച്ചയായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എപ്പോഴും അതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടോ? അത് നേടിയതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ? അഫേം ചെയ്യുന്നുണ്ടോ? സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ടോ? പോസിറ്റീവ് തിങ്കിങ് ചെയ്യുന്നുണ്ടോ? അത് എഴുതുന്നുണ്ടോ? തോട്ട്സ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പുസ്തകങ്ങളിലും എല്ലാ സക്സസ്ഫുൾ ഉള്ള ആളുകളും ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തോട്ട്സ് എന്ന് പറയുന്നത്. ചെക്ക് ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആണോ, ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപ്ലിക്കേഷൻ കൊണ്ടുവരണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കും, അതനുസരിച്ച് ക്രമപ്പെടുത്തും ചെയ്തൊരു കാര്യമാണ് ഫോക്കസ്. കുറേ കാര്യങ്ങൾ ചെയ്യരുത്. എന്താണ് ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി അതിൻ്റെ മുന്നിലേക്ക് പോവുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വേറെ ലക്ഷ്യത്തിലേക്കൊന്നും പോകരുത്. എന്താ ലക്ഷ്യം വെച്ച് അതിൽ മാസ്റ്റർ ചെയ്യുക, ആ വഴിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഫോക്കസ് ഒരിക്കലും മാറാൻ പാടില്ല. ലക്ഷ്യം എപ്പോഴും മാറ്റിക്കൊണ്ടിരുന്നാൽ കയോസാണ്, നാശമാണ്, നേടാൻ സാധിക്കില്ല. ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിയാണോ യാത്ര ചെയ്യുന്നത് നോക്കുക. പല ആളുകളും വിജയിക്കാത്തതിന് കാരണം അതാണ്. കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് എല്ലാം ഉണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് അവർ അതിട്ടിട്ട് വേറെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. പിന്നെ എങ്ങനെ ജയിക്കാൻ സാധിക്കും? ലക്ഷ്യം മാറ്റാതെ ഫോക്കസ്ഡായി മുന്നോട്ട് പോകേണ്ടത് അഞ്ചാമത്തെ കാര്യമാണ്. ഇനി ആറാമത്തെ കാര്യം ഫെയ്ത്താണ്. വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ച ലക്ഷ്യം വെച്ചാൽ അത് നേടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടാകണം. അത് ഇല്ലാതെ യാത്ര പുറപ്പെടരുത്. അവിടെ എത്തുമോ എന്ന് സംശയമാണെങ്കിൽ യാത്ര പുറപ്പെടരുത്. എനിക്ക് നേടാൻ കഴിയുമോ എന്ന് സംശയമാണെങ്കിൽ ആ പണിയിലേക്ക് പോകരുത്, ആ മിഷൻ ഏറ്റെടുക്കരുത്. എനിക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ. വൺസ് ഡിസൈഡ് ചെയ്താൽ ശക്തമായ ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടാകണം. എനിക്ക് സാധിക്കും, വിശ്വസിച്ചാൽ സകലതും സാധ്യം എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ട. ഒരിക്കൽ പോലും എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കരുത്. കഴിയുമെന്നുള്ള ചിന്ത, വിശ്വാസം, ഫെയ്ത്ത് ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഫെയ്ത്ത് ഈസ് വിക്ടറി എന്ന് പറയും, വിശ്വാസമാണ് വിജയം എന്ന് പറയും. അത് ചുമ്മാ പറഞ്ഞതല്ല. അപ്പോൾ വിശ്വാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. 1 ഗോൾ, 2 ഡയറക്ഷൻ, 3 ഡിസയർ, 4 തോട്ട്, 5 ഫോക്കസ്, 6 ഫെയ്ത്ത്. ഇനി 7ാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുക, അത് ആക്ഷനാണ്. ആക്ഷൻ. പലരും പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വിശ്വസിക്കും, ഗോളുണ്ട്, ഡയറക്ഷൻ ഉണ്ട്, തോട്ട്സ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ പ്രവൃത്തി ചെയ്യില്ല. പലരും ലോ ഓഫ് അട്രാക്ഷൻ കെണിയിലൊക്കെ വീണ് പോകുന്നവർക്ക് പറ്റുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ തട്ടിപ്പിലൊക്കെ ഇതെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും കിട്ടില്ല കേട്ടോ. ഞാൻ വളരെ പ്രാക്ടിക്കലായി കാര്യങ്ങൾ പറയുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഒരിക്കലും ആളെ പറ്റിക്കാനായി മോട്ടിവേഷൻ പറഞ്ഞ 24 മണിക്കൂർ രക്ഷപ്പെടാമെന്നോ അല്ലെങ്കിൽ മാജിക് ഫോമുല ഉണ്ടെന്നോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തമ്പനയിലൊക്കെ ഉണ്ടാകും, കാരണം ആരെങ്കിലും കാണണമല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ മാജിക് ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആക്ഷൻ ചെയ്താൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. അപ്പോൾ അതാണ് ഐഡിയ പ്ലസ് എക്സിക്യൂഷൻ വിത്തൗട്ട് കൺസിസ്റ്റൻസി. അതാണ് 8ാമത്തെ കാര്യം, ഈസ് കയോസ്. ഇപ്പോൾ ഐഡിയ ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. ഇവിടെയാണ് വിജയിക്കുന്നത്. തുടർച്ചയായി ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കണ്ടിന്യൂസ്, റിപ്പീറ്റഡ്, ഡിസിപ്ലിൻഡ് ആക്ഷൻ. ഈ പറയുന്ന 7 കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിരിക്കണം, റിപ്പീറ്റഡ് ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യുക. റിപ്പീറ്റ് എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യം, ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹിമാലയ പർവ്വതം കയറണം, എവറസ്റ്റ് പർവ്വതം കയറണം, അല്ലെങ്കിൽ സ്പോർട്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടണം, ഒളിമ്പിക്സ് കിട്ടണം. അതിന് പ്രത്യേക ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടി വരില്ലേ? അവർ ഇന്ന എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ബോഡി വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് തീർച്ചയായും ചെയ്തേ പറ്റത്തുള്ളൂ.
അവിടെയാണ് ഹാബിറ്റുകളുടെ പ്രധാനപ്പെട്ട ഫാക്ടർ വരുന്നത്. ഹാബിറ്റ്, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. കാരണം അതിലും ശക്തിയായ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ലക്ഷ്യം എന്താണോ വെച്ചിരിക്കുന്നത് അത് നേടാൻ ചില ഹാബിറ്റുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, എവറസ്റ്റ് കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആള് അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതല്ലെങ്കിൽ IAS പരീക്ഷ എഴുതാൻ പോകുന്നയാള് അദ്ദേഹം കൃഷിപ്പാടത്ത് പോയി കൃഷി ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അദ്ദേഹം അതാണ് IASന്റെ ബുക്കുകളാണ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ എവറസ്റ്റ് കയറാൻ പോകുന്ന മൗണ്ടനിയറിംഗിന് വേണ്ട സ്കില്ലാണ് പഠിക്കേണ്ടത്. അത് കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടോ? അപ്പോൾ ആ കീസ്റ്റോൺ ഹാബിറ്റ്സിനെ കണ്ടെത്തുകയും അത് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ, ആക്ഷൻ ചെയ്യുമ്പോഴാണ് വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 8 കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇതൊരു ബൈബിൾ ഓഫ് സക്സസ് ആയിട്ട് നിങ്ങൾ കൂടെ കൊണ്ടുവരിക. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങളിത് പേപ്പറിൽ എഴുതി വെക്കുക, എന്നിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യുക, എനിക്കിതുണ്ടോ, ഞാനിത് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതുക, എന്താണ് ഗോൾ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ ഗോൾ എന്താണ്? വലിയ ലക്ഷ്യം വെച്ചോ, കുഴപ്പമില്ല. കോടിപതിയാകണം, എങ്കിൽ ഏറ്റവും വലിയ സമ്പന്നനാകണം, ഏറ്റവും വലിയ കമ്പനിയുള്ള ആളാകണം, അല്ലെങ്കിൽ ഇത്ര, അത് ലോങ് ടൈം ഗോളാണ്. ഈ ലോങ് ടൈം ഗോളിനെ നമുക്ക് ചെറിയ ചെറിയ ഗോളുകളാക്കി മാറ്റാൻ പറ്റും. അതാണ് മിനി ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ചെറിയ ചെറിയ ഗോളാക്കാൻ പറ്റും. പക്ഷെ ലോങ് ടൈം ഗോൾ ഉണ്ടോ നിങ്ങൾക്ക്? ഒന്ന്, ഇല്ലെങ്കിൽ അത് എഴുതുക. 2, ഡയറക്ഷൻ. ആ ഗോളിലേക്ക് എത്താൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ എഴുതുക. 3, ശക്തമായ ഡിസൈർ. ശരിക്കും എൻ്റെ പാഷൻ അതാണ്. അത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട്, അതല്ലെങ്കിൽ അത് അടിപൊളിയാണ്, IAS പലരും എഴുതാൻ പോകും, അടിപൊളിയാണ് IAS, സിനിമാ നടനാകാം, അടിപൊളിയാണല്ലോ. ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പാഷൻ ഉണ്ടോ? തോട്ട്, നിങ്ങൾ എന്നും ചിന്തിക്കുന്നത്, അതാണ് സെൽഫ് ടോക്ക്, അഫർമേഷൻ, പോസിറ്റീവ് ടോക്ക്, ഇങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട്. തോട്ട്സ്, എപ്പോഴും നിങ്ങൾ അതാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ എന്താണോ മുഴുവൻ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആകുമെന്നാണ് പറയുന്നത്. 5-ാമത്തെ കാര്യം ഫോക്കസ്. അത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരു കാരണവശാലും ഡയറക്ഷൻ മാറരുത്. അത് ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്ന് പറയും. ഫോക്കസ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. എപ്പോഴും ഗോൾ പോസ്റ്റ് മാറ്റിയാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. ഞാൻ വീണ്ടും പറയുകയാണ്. 6, ഫെയ്ത്ത്, വിശ്വാസമുണ്ടോ? ഈ ലക്ഷ്യം ഞാൻ നേടുമെന്ന്, അതിന് കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടോ? ഉണ്ടായേ തീരൂ. 7, ആക്ഷൻ ചെയ്യുന്നത്. എന്തൊക്കെ ആക്ഷനാണ് ചെയ്യുന്നത്? ഡെയിലി നിങ്ങൾ എഴുതുക. ഇന്ന ആക്ഷനാണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്തിരിക്കുന്നു. കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. ഈ 8 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾ വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാജിക്കില്ല, മന്ത്രമല്ല, മായാജാലമല്ല. വിജയിക്കണമെങ്കിൽ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷനാണ്. ഈ 8 കാര്യങ്ങൾ ഇന്ന് തന്നെ എഴുതി വെക്കുക, ഫോളോ ചെയ്യുക. നിങ്ങൾ അറിയുന്നവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഈ വായനകളിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു 8 ഫോർമുലയാണിത്. 8 പ്രിൻസിപ്പിൾ ഫോർ സക്സസ് ആണത്. ഫോളോ ചെയ്യുക. എല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മീഡിയോക്കറായി, ആവറേജായി, ഓർഡിനറിയായി ജീവിച്ച് ജീവിതം തീരാതെ വലിയ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കമ്മ്യൂണിറ്റിയുടെ ശക്തിയും അതായിരിക്കണം. സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.